السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر طريق. ونحن اليوم في القسم الثاني من دورة الثالثة من دروس اللغة العربية لغير الناطقين بها. هل تذكرون أين وقفنا؟ أين وقفنا؟ إذن أنتظرك. إذا أنتظر وكنتم تنتظرونني. Did you understand? نعم You have been waiting for me. نعم إذا أنتظرك. طيب إذا أنتظرك. ഇതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിനു മുമ്പ് കയ്യിലായിലാണ് നിർത്തിയത്. കയ്യിലായി നിർത്തി. അത് കഴിഞ്ഞിട്ട് التمرين السادس أو النقطة السادس ആറാമത്തെ പോയിന്റ്. ഇതൻ അന്തദിറക. ഇതെന്ന് പറഞ്ഞാൽ ദെൻ എന്ന അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നൊക്കെയുള്ള അർത്ഥം. അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ. അപ്പോ അതിനുശേഷം വരുന്ന അപൂർണ ക്രിയക്ക് നെസ്ബ് ചെയ്യണം. അതിന്റെ കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. പൊതുവിൽ പറഞ്ഞാൽ അതിനുശേഷം വരുന്ന അപൂർണ ക്രിയക്ക് നെസ്ബ് ചെയ്യണം. അതേപോലെ അത് വാക്യത്തിന്റെ തുടക്കത്തിലായിരിക്കും വരിക. തുടക്കത്തിലാണ് തുടക്കത്തിൽ വരുമ്പോഴാണ് അതിന്റെ നെസ്ബ് ചെയ്യുക. പറയുന്ന പറച്ചിലിന്റെ തുടക്കത്തിൽ. അപ്പൊ ഇതൻ മിൻ നവാസിബിൽ മുദാരി. നവാസിബ് നമ്മൾ പറഞ്ഞായിരുന്നു. നവാസിബിന്റെ മുഫ്രദ് എന്താണ്? നാസിബ്, നസ്ബ് ചെയ്യുന്നയാൾ കേട്ടോ. നസ്ബ് ചെയ്യുന്ന അദാത്ത് എന്ന് പറയും. അദാത്ത് എന്ന് പറഞ്ഞാൽ ടൂൾ. അദാത്ത് എന്നാണ് പറയുന്നത് അറബിയിൽ. അദാത്ത് നാസിബ് നസ്ബ് ചെയ്യുന്ന അദാത്താണ്. അല്ലെങ്കിൽ ഇതെന്താണ് നസ്ബ് ചെയ്യുന്ന പദം എന്ന് പറയുന്നത്. മിൻ നവാസിബിൽ മുദാരി. ആരെയാണ് നസ്ബ് ചെയ്യുന്നത്? നസ്ബ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നസ്ബ് ചെയ്യുന്നത് ഇസ്മിനെ അല്ല, ഇവിടെ മുദാരിയായ ഫിഅലിനെ. നവാസിബിൽ മുദാരി എന്ന് പറയുമ്പോൾ ഫിഅലിൽ മുദാരി. നവാസിബിൽ ഫിഅലിൽ മുദാരി എന്നർത്ഥം. മുദാരിനെ നസ്ബ് ചെയ്യും. وتسمى حرف جواب وجزاء ونصب واستقبال. ഇതാണ് അതിന്റെ പേര്. وتسمى is called. അത് വിളിക്കപ്പെടും. ഹർഫ ജവാബിൻ, മറുപടിയുടെ ഹർഫാണ്. പറയുമ്പോഴത്തേക്ക് ഒരാളെ പ്രതികരിക്കുന്നതിന്റെ പ്രതികരണത്തിന്റെ ഹർഫാണ് ഹർഫ ജവാബിൻ. വജസാഇൻ, അതേപോലെ പ്രതിഫലത്തിന്റെയും. നീ അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നാണ്. വജസാഇൻ, പ്രതിഫലത്തിന്റെയും. വനസ്ബിൻ, അപ്പൊ ഗ്രാമറ്റിക്കലി അതെന്താണ്? ഇത്രയും ഹർഫ ജവാബിൻ വജസാഇൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയോഗത്തിൽ അത് ഫലത്തിലേക്കാണ് ഉണ്ടാകുന്നത്. ഹർഫ ജവാബിൻ പ്രതികരണത്തിന്റെ ഹർഫാണ്. അതേപോലെ ജസാഇൻ പ്രതിഫലത്തിന്റെയും ഹർഫാണ്. ഹർഫ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല. വലൈസ ഇസ്മൻ ഔ ഫിഅലൻ. ഫിഅലും ഇസ്മും അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഹർഫായി. നസ്ബിൻ, അപ്പൊ നസ്ബിന്റെ അദാത്താണ്, ഹർഫാണ്. വസ്തിഖ്ബാലിൻ, ഭാവിയെ കുറിച്ച് പറയുന്നതുമാണ്. അല്ലാതെ റിസപ്ഷൻ അല്ല.
ഇവിടെ നെസ്ബ് എന്ന് പറഞ്ഞ മിസ്റ്റേക്ക് ബാർ എന്ന് പറഞ്ഞ ഗ്രമറ്റിക്കൽ യൂസേജ് എന്താണ് ഗ്രമറ്റിക്കൽ ടെർമിനോളജി. അപ്പൊ ഫ്യൂച്ചർ. ഗ്രമറ്റിക്കൽ ടെർമിനോളജി വന്നുകൊണ്ടാണ് നെസ്ബ്. അത് നെസ്ബ് എന്നതാണ്. അതേപോലെ മിസ്റ്റേക്ക് ബാറിൻ ഭാര്യയെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ ഇത് ഭാര്യയെ സൂചിപ്പിക്കുന്നതാണ്. അത് മുതാരിനെയാണ് നെസ്ബ് ചെയ്യുന്നത്. അതേപോലെ ഹർഫ് ജവാബിനും ജിസാനും ഒരാൾ പറഞ്ഞതിന്റെ പ്രതികരണമായിട്ട് വരുന്നതാണ്. അതേപോലെ ഒരു പ്രതിഫലമായിട്ടും വരുന്നത്. പ്രതിഫലം നന്നായി കൂടുതലല്ല, കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ പ്രതിഫലമായിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ. تأمل الأمثلة الآتية تفهم معناها. تأمل الأمثلة الآتية. താഴെ പറയുന്ന ഉദാഹരണങ്ങൾ അംസിലത്തിൽ ആത്തിയ, the following examples, read and understand. ശ്രദ്ധയോടുകൂടി വായിക്കുക. തഫ്ഹം മഅനാഹ. എന്താർത്ഥം? തഫ്ഹം അവിടെ എന്തുകൊണ്ട് ജസ്മി ചെയ്തു? തഅമ്മൽ എന്ന അമ്രാണ്. തഅമ്മൽ തദക്കറയുടെ ഗ്രൂപ്പിൽപ്പെട്ട തഅമ്മൽ, നീ ചിന്തിച്ച് വായിക്കുക. അംസിലത്തിലാത്തിയ, അതിന്റെ ജവാബ് എന്താണ്? തഫ്ഹം. അങ്ങനെ നീ ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. തഫ്ഹം മഅനാഹ. You will understand its meaning. തഫ്ഹം മഅനാഹ. ഹാമിദ്, കോൺവെർസേഷൻ, ഒരു ഉദാഹരണം കോൺവെർസേഷൻ കൊടുക്കുക. سأزورك اليوم بعد صلاة المغرب إن شاء الله. We will visit you after Maghrib prayer إن شاء الله. سأزورك, I will visit you. ഞാൻ നിന്നെ, താങ്കളെ സന്ദർശിക്കും. اليوم ഇന്ന് بعد صلاة المغرب, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം إن شاء الله. خالد, إذا أنتظرك. Then I will wait you. Okay. അങ്ങനെയാണ് ഇതൻ. Then അവിടെ അസൂറൊക്കെ എന്നയാൾ പറഞ്ഞു. അതെന്താണ്? അതിന്റെ മറുപടി പറയാണ്. അങ്ങനെ നീ പറഞ്ഞാൽ അതിന്റെ മറുപടി എന്താ? ഇതൻ എന്താ? അങ്ങനെയെങ്കിൽ ഞാൻ താങ്കളെ വിളിക്കുക. പറയൂ ഡോക്ടർ, എന്താണ്? ഇവിടെ നൂനില്ലാണ്ട് ഇതൻ ആയിരുന്നെങ്കിലോ? നൂനില്ലാതെ ഇതൻ ഫത്തഹ് തൻവീന് കൊടുത്തും ഉപയോഗിക്കാം. ഒരേ അർത്ഥം തന്നെ, അർത്ഥത്തിൽ വ്യത്യാസമില്ല. നൂനിന് ഇവിടെ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പുസ്തകത്തില്. നൂനിട്ട് പൂർണ്ണ അക്ഷരത്തിലും എഴുതാം, നൂനിടാതെ ഫത്തഹ് തൻവീനിട്ടും എഴുതാം. ഇതൻ അന്തമിറക്ക്. അതിന് മുന്നേ നമ്മള് ആ സെന്റൻസിന് തുടക്കത്തില് തഫ്ഹമിന് മുന്നേ വ തഫ്ഹം മഅനാഹ എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിയോ? അവിടെ വേണ്ടി വരുന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ റീഡ് ദിസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അതെ, അങ്ങനെ വരുന്നത്. ആൻഡ് വരാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തഫ്ഹമിന്റെ തഅമ്മലിന്റെ ജവാബായിട്ടാണ്. അപ്പൊ അവിടെ ആൻഡ് എന്നുള്ള നെക്സ്റ്റ് ഒരു അടുത്ത ഒരു ഫ്രൈസ് വരുന്നില്ല. മറ്റൊരു ഫ്രൈസോ അല്ലെങ്കിൽ സെന്റൻസിന്റെ ഭാഗമായിട്ട് പ്രസക്തമല്ല. അതിന് തഅമ്മലിന്റെ ജവാബായിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. അവിടെ വന്നിരുന്നെങ്കിൽ അർത്ഥം മാറിയില്ലേ? അത് വന്നിരുന്നെങ്കിൽ സെന്റൻസ് മാറും, അതിന്റെ ആശയത്തിന്റെ വ്യത്യാസം. ഇന്നത്തെ സൗത്ത് അത്ര വാലിഹല്ല, കുറച്ച് ചെറിയ എന്തോ ഒരു. ഇന്നത്തെ സൗത്തിന് എന്താ കുഴപ്പം? വേറെ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഹലീമ, ഷീബ? കുഴപ്പമില്ല, കുഴപ്പമില്ലെന്ന് അവർക്ക്. ഇല്ല. ഇപ്പം ഡോക്ടറിന്റെ ഫോണിന്റെ സൗണ്ട് ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന രീതിയിലല്ല. യു റീഡ്, അതിന്റെ ഫലമായിട്ട് എന്താവും? അണ്ടർസ്റ്റാൻഡ്. ആ രീതിയിലാണ് യൂസേജ്. നമ്മൾ ഖുർആനിലും നമ്മൾ നേരത്തെ പഠിച്ച പദങ്ങളിലും പ്രയോഗങ്ങളിലും ഒരുപാട് വന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പറയും, പലപ്പോഴും മിക്കവാറും ഞാൻ പറയും. ഞാനത് പറയാൻ കാരണം ഞാനത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ ക്ലാസ്സുകളിലൊക്കെ അത് വന്നിട്ടുണ്ട് ഈ ഗ്രാമർ പഠിപ്പിക്കുന്നതിന്. പിന്നെ നമ്മൾ ഗ്രാമറിൽ വരുമ്പോഴത്തേക്ക് ഗ്രാമറിൽ ഒഫീഷ്യലി അത് പഠിപ്പിച്ചിട്ടുണ്ട്. അമ്പറിന് ജവാബുണ്ടാവും, ഷർത്തിന് ജവാബുണ്ടാവും, അമ്പറിന് ജവാബുണ്ടാവും. അതിന് അമ്പറിന് ജവാബായിട്ടാണ് തഅമ്മൽ തഫ്ഹം. നീ ചിന്തിച്ച് വായിച്ചാൽ നിനക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതൻ എന്തത് ഖാലിദ് പറഞ്ഞു, ഇതൻ എന്തത്.
അപ്പൊ എന്താണ് നെസ്ബ് ചെയ്തിട്ടുണ്ട്, അത് എന്താണ് ഇസ്തിഖ്ബാലാണ്, മുസ്തഖ്ബലിലുള്ളതാണ്, ഭാവിയിലുള്ളതാണ്. പിന്നെന്താ ഹർഫ് ജവാബിൻ അവിടെ പറഞ്ഞതിന്റെ മറുപടി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജസാഇൻ, ഇവിടെ ജസാ എന്താ, താങ്കൾ വിസിറ്റ് ചെയ്താൽ, വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. എല്ലാ സ്ഥലത്തും എല്ലാം പ്രസക്തമായിക്കൊള്ളുന്നില്ല. ഹർഫ ജവാബിൻ ജസാഇൻ, ചില സമയത്ത് നീ അങ്ങനെ ചെയ്താൽ തിരിച്ചാണ് നിങ്ങൾ ചെയ്യുമെന്ന ജസാ വരും. ഇവിടെ ജസാ പ്രസക്തമല്ല, പ്രസക്തമായത് ഇവിടെ എന്താണ്, ജവാബാണ്. അസാനി അൽ മുദരിസ്, മറ്റൊരു ഉദാഹരണം അധ്യാപകൻ പറയുന്നു, هذا أحسن معجم مدرسي. هذا أحسن معجم مدرسي. മദ്രസി എന്ന് പറഞ്ഞാൽ സ്കൂൾ പരമായിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള, അത് അഹ്സനു മുഅ്ജമിൻ മദ്രസിയ്യിൻ, ഇറ്റ്സ് എ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ ഡിക്ഷണറി, സ്കൂൾ ഡിക്ഷണറി, സ്കൂളിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡിക്ഷണറിയാണ്. എന്ന് പറഞ്ഞാൽ സ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഡിക്ഷണറിയാണ്. ഇതൻ നഷ്തരിയഹു, ഇതൻ നഷ്തരിയഹു, എങ്കിൽ നമുക്കത് വാങ്ങാം. then let's buy it എന്ന് പറയുന്ന പോലെ. ഓക്കെ, അടുത്തത് അലി, അടുത്തതാണ് യസിൽ ഉസ്താദിന ഗദൻ ഇലൽ മദീനത്തിൽ മുനവ്വറതി ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഗുരു മദീനയിലെത്തും, നാളെ മദീനയിലെത്തും. സുമലാഉഹു, അപ്പം അലിയുടെ ക്ലാസ്മേറ്റ്സ് എന്ത് പറഞ്ഞു, സുമലാഉഹു, അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ്സ്. ഇദൻ നസ്തഖ്ബിലഹു ഫിൽ മതാർ, then let's receive him, or എന്താ പറയുക, അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം, ഫിൽ മതാർ, in the airport. ഇദൻ നസ്തഖ്ബിലഹു. അൽ മുദരിസ്, അടുത്ത ഉദാഹരണം അഖ്ഷ അൻ യുത്വ ഖൈദുക. അഖ്ഷ അൻ യുത്വ ഖൈദുക. ഖൈദ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ, ഇവിടെ ഡിക്ഷണറി ഇതിലൊന്നും പഠിച്ചിട്ടില്ല, പുതിയ വാക്കുകളുടെ കൂട്ടത്തിലൊന്നും പഠിച്ചിട്ടില്ല. തയ്യുൽ ഖൈദ് എന്ന് പറഞ്ഞാൽ പുറത്താക്കുക. ശരിക്ക് അതിന്റെ വേർഡ് മീനിങ് തൊവി എന്ന് പറഞ്ഞാൽ, തൊവായത്തുവി എന്ന് പറഞ്ഞാൽ എന്താ, ചുരുട്ടുക. ഖൈദ് ഫയല്, ഖൈദിലെ ഡോക്ടർ ഹോസ്പിറ്റലിൽ ഖുയൂദ്, ഖൈദ് ഖുയൂദ്, ഫയല്. അപ്പൊ തയ്യുൽ ഖൈദ് എന്ന് പറഞ്ഞാൽ ഫയല് ക്ലോസ് ചെയ്യുക, ഫയല് മടക്കുക. അപ്പൊ ഒരു സ്കൂളിലെ സ്റ്റുഡന്റിന്റെ ഫയല് മടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഫയല് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ he will be terminated or expelled. അപ്പൊ അഖ്ഷ അൻ യുത്വ ഖൈദുക, നിന്റെ ഫയല് ക്ലോസ് ആക്കപ്പെടുമെന്നാണ് ഞാൻ, ഐ എം അഫ്രൈഡ് ദാറ്റ് യു വിൽ ബി terminated or expelled, നിന്നെ പുറത്താക്കപ്പെടും, നീ പുറത്താക്കപ്പെടും എന്നാണ് ഞാൻ ഭയപ്പെടുന്നു. കാരണം ഫൈന ഗയാബക കസീറുൻ. ഗയാബ് എന്താ, ഗയാബ് റായിബ് എന്നുള്ള ഇതാണ്. എന്താണ്, ആബ്സെൻസ്, റായിബ്, ആബ്സെൻസ്, ആബ്സെൻസ്. ഗാബ യഗീബ്, ഗയാബ് ആബ്സെൻസ്. ഫൈന ഗയാബക കസീറുൻ, നിന്റെ ആബ്സെൻസ് അധികമാണ്. തവിയുൽ ഖൈദ് എന്നാണ്. തയ്യുൽ ഖൈദ് എന്നാണ്, തയ്യ്, തവായത്തുവി, തയ്യ്, തയ്യ് ഖുർആനിലുണ്ട്. كطي السجل للكتب. طي السجل
തൊയ്യ സീൽ എന്ന് പറയാം, തൊയ്യ തൈദ് എന്ന് പറയാം. സീൽ എന്ന് പറയുമ്പോൾ രജിസ്റ്റർ, തൈദ് ഫയൽ. അപ്പൊ അത് ഒരാളെ പുറത്താക്കുക, ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ സ്കൂളിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുക, സ്കൂളിൽ നിന്ന് പുറത്താക്കുക, അങ്ങനെ ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത് തയ്യ് തൈദ് ഉപയോഗിക്കുന്നത്. ഹാമിദ് അഖ്ഷാൻ തയ്യ. ഇതൻ ലാ അഗീബ, then I won't be absent, ഞാൻ ആബ്സെന്റ് ആവുകയില്ല. അപ്പൊ ഇതൻ ലാ അഗീബ يسبق لا أغيب في المستقبل. مستقبل ولا ده مستقبل ولا مستقبل لا verbal meaning لا verb meaning لا അക്ഷരാർത്ഥത്തിലാണ്. في المستقبل ഭാവിയിൽ ഞാൻ ആബ്സെന്റ് ആവുകയില്ല. I will not be absent in the future inshallah. തൻസിബു ഇദൻ, ഇദൻ എന്ന എന്താ പറഞ്ഞ, ഇതൻ ഇസ്മാണോ ഹർഫാണോ ഫിഅലാണോ? ഇതൻ ഹർഫാണ്. ഇതൻ എന്ന ഹർഫ് നസ്ബ് ചെയ്യും. തൻസിബു ഇതൻ, തൻസിബു എന്ന് പറയുന്നത് മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. കാരണം പദങ്ങളെല്ലാം മുഅന്നസാണ്. അപ്പോൾ ഒരു പദത്തെ കുറിച്ച് പറഞ്ഞാൽ ആ പദം ആ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. തൻസിബു ഇതൻ, ഇതൻ എന്ന ഹർഫ് നസ്ബ് ചെയ്യും. അൽ ഫിഅൽ മുളാരിയാണ്. ഇതിന് ഫിഅലുൽ മുളാരിനെ നസ്ബ് ചെയ്യും. ബിശ്ശുറൂത്തിൽ ആതിയ. ഷുറൂത്ത് എന്താ? ഷുറൂത്ത് ഷർത്തിന്റെ ബഹുജനമാണ് ഷുറൂത്ത്. നമസ്കാരത്തിന്റെ ഷർത്തുകൾ എന്ന് പറയുമ്പോൾ എന്ത് പറയും? ഷുറൂത്ത് സ്വലാ, ഷുറൂത്ത് സ്വലാത്തി, നമസ്കാരത്തിന്റെ ഷർത്തുകൾ. അപ്പോ ബിശ്ശുറൂത്തിൽ ആതിയ, with the following conditions. താഴെ പറയുന്ന അവസ്ഥകളിൽ അല്ലെങ്കിൽ ഉപാധികളോടുകൂടി, താഴെ പറയുന്ന ഉപാധികളോടുകൂടിയാണ് നസ്ബ് ചെയ്യുന്നത്. ഒന്ന്, അൻ തകൂന മുതസദ്ദിറതൻ. അൻ തകൂന എന്ന് പറയുമ്പോൾ ആ തകൂനയിലെ ഹിയ എങ്ങോട്ടാണ് മടങ്ങുന്നത്? ഇദനിലേക്ക്. തൻസിബ് ഇദൻ, ഇദൻ എന്താകണം? അൻ തകൂന മുതസദ്ദിറതൻ. മുതസദ്ദിറതൻ എന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങിൽ വരിക. തസദ്ദറ എന്ന് പറഞ്ഞാൽ ടു ബി ഫസ്റ്റ്, to be first word in the sentence, to be first word in the sentence. തസദ്ദറ. സദറ എന്ന് പറഞ്ഞാൽ എന്താ? മുന്തി നിൽക്കുന്നത്. സദർ. തകൂന മുതസദ്ദിറതൻ, അത് പ്രാരംഭത്തിൽ വരിക, ആരംഭത്തിൽ വരിക. الثاني الباء الهمزة الباء أن تكون غير مفصولة عن الفعل. مفصولة فاصل എന്താ? joint. ഫാസിൽ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക. فلما فصل طالوت بالجنود, depart. ഫസല. ഫാസിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫാസില എന്ന് പറഞ്ഞാൽ കോമ. ജോയിന്റുകൾക്ക് നമ്മൾ മുഫാസിൽ എന്നല്ലേ? അപ്പൊ എന്താണ്? അപ്പൊ അവിടെ വരുന്ന രണ്ടും തമ്മിൽ ഖണ്ഡം, ഒരു ഖണ്ഡം അടുത്ത ഖണ്ഡം. മുൻഫസിലത്ത് വേർപെട്ടത്, മുത്തസിലത്ത് ചേർന്നത്. ഫസിൽ എന്ന് പറഞ്ഞ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? രണ്ട് ഭാഗമായിട്ട് വേർതിരിക്കൽ, അതാണ് ക്ലാസ്. ഖണ്ഡിക, ഫസിൽ ഖണ്ഡിക എന്ന് പറയും, ക്ലാസ് എന്ന് പറയും, ഡിവിഷൻ എന്ന് പറയും. അപ്പൊ ഗൈറ മഫ്സൂലത്തിൻ, നോട്ട് ഡിപ്പാർട്ടഡ് ഓർ നോട്ട് ഡിറ്റാച്ച്ഡ് അനിൽ ഫിഅൽ, ഫിഅലിൽ നിന്നും എന്താകാൻ പാടില്ല? സെപ്പറേറ്റഡ് ആകാൻ പാടില്ല. ഫിഅലിനോട് അടുത്താണ് വരേണ്ടത്. ഫിഅലിന്റെയും ഇതിന്റെയും ഇടയിൽ വേറൊന്നും വരാൻ പാടില്ല.
بغير القسم بغير القسم അതേപോലെ എന്താകാൻ പാടില്ല അത് ഡിവിഷൻ. ബഗൈർ ഖസം സത്യം ചെയ്യാൻ വേണ്ടിയുള്ളതാകാൻ പാടില്ല. അതിനാണ് ഫിഅല് ബഗൈർ ഖസം. വല നാഫിയ നഫിയുടെ ലാമുമായും ചേർന്ന് വരാൻ പാടില്ല. ഒന്നായിട്ട് അർത്ഥം പറയുമ്പോൾ അത് നോക്കാം, നമുക്ക് അങ്ങോട്ട് വരുവാനില്ല. ജിം അൻ യകൂന സമനുൽ ഫിഅലി മുസ്തഖ്ബലൻ അതിന്റെ ടെൻസ് എന്താകണം? സമൻ. സമൻ എന്താണ്? കാലം. കാലം. ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം എന്ന് പറയുമ്പോഴത്തേക്ക് കാലം, ആ സമനാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഇംഗ്ലീഷിൽ ടെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ടെൻസ് എന്താകണം? മുസ്തഖ്ബലാകണം, ഫ്യൂച്ചർ ആയിരിക്കണം. ഫ്യൂച്ചർ ടെൻസിലുള്ളതാകുമ്പോഴാണ് എന്താകുന്നത്? മുളാരി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ്? ഫിഅല് മുളാരി ഇമ്മാൻ തക്കൂൻ ഹാലൻ ഔ മുസ്തഖ്ബലൻ. ഫിഅല് മുളാരി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പ്രസന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിരിക്കും. എപ്പോഴാണ് ഫിഅല് മുളാരിനെ നസ്ബ് ചെയ്യുന്നത്? അത് ഫ്യൂച്ചറിൽ വരുമ്പോഴാണ്. ഇവിടെ പറഞ്ഞെല്ലാം എന്താണ്? ഫ്യൂച്ചറാണ്. അതിന് 3 ഉദാഹരണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹാറ്റ് സലാസത്ത് അംസലത്തിൻ ലി ഇതൻ. ഇതിന് മുകളിൽ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതേപോലത്തെ ഉദാഹരണം നമുക്ക് പറയാവുന്നതാണ്. തുടർന്നും വരുന്നുണ്ട്. യഖൂലു താലിബുൻ ഷൈഅൻ വയറദ്ദു അലൈഹി സമീലുഹു മുസ്തഅമിലൻ ഇദൻ. ഇദൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? മറുപടി പറയാനും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ലായുടെ പ്രയോഗം ഡബിൾ ലാ. ഡബിൾ ലാ വരുന്നത് എപ്പോഴാണ്? إذا نفي الماضي بلا وجب تكرارها. تكرار means repetition. تكرار repetition. كرر يكرر. كرر يكرر. تكرار ആവർത്തനം. വജബ തക്രാറുഹ അത് ആവർത്തിക്കൽ നിർബന്ധമാണ്. ഏതിലാ? ഇദാ നുഫിയൽ മാളി ബി ലാ. സാധാരണ ലാ വരുന്നത് എവിടെയാണ്? അപൂർണ ക്രിയയിലാണ്. ലാ സാധാരണഗതിയിൽ വരുന്നത് ഫേല് മുളാരിയിനോടൊപ്പമാണ് ലാ വരുന്നത്. അതേസമയം മാവിയോടൊപ്പം മായാണ് സാധാരണഗതിയിൽ വരുന്നത്. മുളാരിയിനോടൊപ്പം ലായാണ് സാധാരണഗതിയിൽ വരുന്നത്. അപ്പോ ഇതാ നുഫിയൽ മാവി, മാവിയിൽ നെഗറ്റീവ് ആക്കിയാൽ എന്തുകൊണ്ട്? ബി ലാ, ലാ കൊണ്ട് മാവിയെ നെഗറ്റീവ് ആക്കിയാൽ വജബ തക്രാറുഹ എന്താവും? ലാ ആവർത്തിക്കൽ നിർബന്ധമാകും. അതാണ് ലസ്തഹ്മംതു വലാ അഫ്തർതു. അപ്പോ ഇവിടെ എന്താണ്? മാവിയാണ് ഇസ്തഹ്മംതു. ഇസ്തഹ്മംതു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുളിച്ചില്ല എന്നാണോ? ലസ്തഹ്മംതു ഞാൻ കുളിച്ചില്ല. പിന്നെ അഫ്തർതു എന്ന് വീണ്ടും അഫ്തർതു അതും നെഗറ്റീവ് ആക്കണം. എന്ത് ചെയ്യണം? ലാ റിപ്പീറ്റ് ചെയ്യണം. ലസ്തഹ്മംതു വലാ അഫ്തർതു. ഞാൻ കുളിക്കുകയോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയോ ചെയ്തില്ല. അഫ്തറ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തു. രണ്ടും ഒന്ന് തന്നെയാണ്. ഒഫി തൻസീൽ ഖുർആനിലുണ്ട് ഫലാ സ്വദ്ദഖ വലാ സ്വല്ല. എന്തുകൊണ്ട് ലാ ആവർത്തിച്ചു അവിടെ? ലാ സ്വദ്ദഖ എന്ന് ലായെ മാവിയോടൊപ്പം ഉപയോഗിച്ചു എന്നതുകൊണ്ട് എന്ത് ചെയ്തു?
വീണ്ടും ലാ സദ്ദഖ വസല്ല എന്ന് പറഞ്ഞാൽ പോരാ, വീണ്ടും ഒരു ലായും കൂടി വരും. ഒരു ലായും കൂടെ വേണം. ലാ സദ്ദഖ വലാ സല്ല, ഫലാ സദ്ദഖ വലാ സല്ല, സൂറത്തുൽ ഖിയാമ. ഇൻഫിൽ ഫിഅലൈനി ഫീ കുല്ലി ജുംലത്തിൻ മിമ്മാ യഅതി. ഇൻഫി എന്ത് ചെയ്യണം? നഫ യൻഫിയുടെ കൽപ്പന രൂപമാണ് ഇൻഫി. നഫ യൻഫി നെഗറ്റീവ് ആക്കി, ഇൻഫി നെഗറ്റീവ് ആക്കണം. അൽ ഫിഅലൈനി ഫീ കുല്ലി ജുംലത്തിൻ മിമ്മാ യഅതി. ഫോളോയിങ് സെന്റൻസിലുള്ള, തുടർന്ന് വരുന്ന സെന്റൻസിലുള്ള രണ്ട് ഫെയിലിനെയും എന്ത് ചെയ്യുക? നെഗറ്റീവ് ആക്കണം. എന്തുകൊണ്ട്? ബില, ലാ ഉപയോഗിച്ച് നെഗറ്റീവ് ആക്കണം. ഖറഅതു ദർസ വ കതബ്തുഹു എങ്ങനെ പറയും? ലാ ഖറഅതു ദർസ വലാ കതബ്തു. ലാ ഖറഅതു ദർസ വലാ കതബ്തുഹു. അപ്പം മാവിയെ ലാ ഉപയോഗിച്ച് നെഗറ്റീവ് ആക്കിയതുകൊണ്ട് രണ്ട് സ്ഥലത്തും ലാ വേണം. റഅയ്തുഹു വ കല്ലംതുഹു എന്ത് ചെയ്യും? ലാ റഅയ്തുഹു വലാ കല്ലംതു. ലാ റഅയ്തുഹു വലാ കല്ലംതുഹു. നമ്മൾ നൗഫലൊന്നുമില്ലല്ലേ? لا. അതൊക്കെ കേൾക്കുന്നില്ല. ضربني وضربته അല്ല, ضربني وضربته. ലാ ളറബലിനി ലാ ضربني لا ضربني ولا ضربته. വലാ ളറബ്തുഹു. എന്താ അർത്ഥം? ളറബ അടിച്ചു എന്നല്ലേ? എന്നെ അടിച്ചില്ല, അയാളെ അടിച്ചില്ല. ഞാൻ അവനെയും അടിച്ചില്ല, അവൻ എന്നെയും അടിച്ചില്ല. ലാ ضربني അവൻ എന്നെ അടിച്ചില്ല, വലാ ضربته ഞാൻ അവനെയും അടിച്ചില്ല. അവൻ എന്നെ അടിച്ചില്ല, ഞാൻ അവനെയും അടിച്ചില്ല. അക്കൽന വ ശരിബിന. ലാ അക്കൽന വലാ ശറബ്ന. ലാ അക്കൽന വലാ ശരിബിന. അൽ ആന തഅതി വഖദ് ഇൻതഹ ദർസു. അൽ ആന തഅതി വഖദ് ഇൻതഹ ദർസു. നീ എപ്പോഴാണോ വരുന്നത്? വഖദ് ഇൻതഹ ദർസു, പാഠം പൂർത്തിയായി. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഈ വാ എന്താണ്? നീ പാഠം അല്ലെങ്കിൽ ക്ലാസ് കംപ്ലീറ്റ് ആയ അവസ്ഥയിലാണോ വരുന്നത്? വാവുൽ ഹാലാണ്. വഖദ് ഇൻതഹ ദർസു, വാവുൽ ഹാലാണ്. അവിടെ പാഠം പൂർത്തിയായ അവസ്ഥയിലാണോ നീ വരുന്നത്? ഇദാ ദഖലത്ത് വാവുൽ ഹാൽ, ആ വാവുൽ ഹാല് ഇദാ ദഖലത്ത് അല ജുംലത്തിൻ ഫിഅലിയ്യത്തിൻ, ജുംല ഫിഅലിയ്യയിൽ വന്നാൽ, ജുംല ഫിഅലിയ്യയിൽ വന്നാൽ, അപ്പൊ ഈ ഖദ് മാറ്റിയിട്ട് നോക്കുക. എന്താ അടുത്ത? വഖദ് കഴിഞ്ഞാൽ എന്താ ഉള്ളത്? ഇൻതഹ ദർസു എന്നാണ്. ഇൻതഹ ദർസു എന്ന് പറയുന്നത് ജുംല ഫിഅലിയ്യയാണോ ഇസ്മിയാണോ? ഫിഅലിയ്യാണ്. കാരണം തസദ്ദറ ബിഫിഅലിൻ. തസദ്ദറ പറഞ്ഞില്ലേ നേരത്തെ? നമ്മൾ പറഞ്ഞത് തസദ്ദറ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു, ബിഫിഅലിൻ അല്ലെങ്കിൽ ബുദിഅത് ബിഫിഅലിൻ, ഫിഅൽ കൊണ്ട് ആരംഭിച്ചത് കൊണ്ട് അതെന്താണ്? ജുംല ഫിഅലിയ്യാണ്. അപ്പോ വാവുൽ ഹാലി ഇദാ ദഖലത്ത് വാവുൽ ഹാലി അലാ ജുംലത്തിൻ ഫിഅലിയ്യത്തിൻ, ജുംല ഫിഅലിയ്യയിൽ വന്നാൽ, എങ്ങനെയുള്ള ജുംല ഫിഅലിയ്യയിൽ വന്നാൽ? ഫിഅലുഹാ മാദിൻ മുസ്ബത്തുൻ. ഇൻതഹ ദർസു എന്നത് ഫിഅൽ എന്താണ്? മാദിയാണോ മുളാരിയാണോ അംറാണോ? ഇൻതഹ എന്നുള്ളത് മാദിയാണ്, ഫിഅൽ മാദിയാണ്. അത് മുസ്ബത്താണോ മൻഫിയാണോ? മുസ്ബത്ത് എന്താ? പോസിറ്റീവ്. മൻഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. അപ്പം ഫിഅൽ എന്താകും? ഒന്നുകിൽ മുസ്ബത്താവും അല്ലെങ്കിൽ മൻഫിയാവും. അതല്ലെങ്കിൽ ഫിഅല് മഅറൂഫ് ആകും അല്ലെങ്കിൽ മജ്ഹൂലാകും. രണ്ടവസ്ഥയും ഓർമ്മിച്ച് വെക്കുക. ഫിഅലിന് രണ്ട് സ്റ്റേറ്റാണ്. ഒരു സ്റ്റേറ്റിൽ മഅറൂഫും മജ്ഹൂലും. മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഫാഇൽ ഉള്ളത്, മജ്ഹൂല് ഫാഇൽ ഇല്ലാത്തത്. അതിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റാണ് മുസ്ബത്തുൻ വ മൻഫിയും ഔ മൻഫിയും. മുസ്ബത്തായിരിക്കും, മൻഫി ആയിരിക്കും. ഒരു ഫിഅലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ ഫിഅലിന്റെ രണ്ട് അവസ്ഥകൾ പറയണം.
ഒരു ഫെയില് നമ്മൾ പഠിക്കുമ്പോൾ അതിന് രണ്ട് അവസ്ഥകൾ, രണ്ട് സ്റ്റേറ്റ് നമ്മൾ പറയണം. ഒരു സ്റ്റേറ്റ് എന്താണ്? അത് മാറൂഫ് ആണോ മജ്ഹൂലാണോ എന്നതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ് എന്താണ്? അത് മൻഫി ആണോ മുസ്ബത്ത് ആണോ എന്നതാണ്. ഒന്ന് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ഒരു ഘട്ടം. രണ്ടാമത്തെ ഭാഗം അത് മാറൂഫ് ആണോ മജ്ഹൂലാണോ, കർത്താവ് ഉള്ളതാണോ കർത്താവ് ഇല്ലാത്തതാണോ. സാധാരണ നമ്മൾ ദർശനമൊക്കെ പഠിക്കുന്ന സമയത്ത് തുടക്കം പോലെ തന്നെ ഇതാ പറയുന്നത്. ആദ്യം ഒരു ഭാഗം വായിക്കും, എന്നിട്ട് അത് മാറൂഫാണ്, അല്ലാതെ അത് മാറൂഫാണ്, അതേപോലെ അത് മുസ്ബത്താണ് എന്ന് പറയും. അതല്ലെങ്കിൽ അത് മാറൂഫ് അല്ലെങ്കിൽ മജ്ഹൂലാണ്, മുസ്ബത്ത് അല്ലെങ്കിൽ മൻഫിയാണ് എന്ന് പറയും. അപ്പൊ മാറൂഫും മജ്ഹൂലും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞത് മുസ്ബത്തും മൻഫിയും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? കത് അല്ല, ഇൻതഹദ് ദർസു എന്നിടത്ത് ഇൻതഹദ് ദർസു എന്ന ജുംല ഫേലിയയുടെ കൂടെ വാവുൽ ഹാല് വന്നാൽ, ജുംല ഫേലിയയുടെ കൂടെ വാവുൽ ഹാല് വന്നു, അല ജുംലത്തിൻ ഫേലിയത്തിൻ ഫേലുഹ മാലിൻ മുസ്ബത്തുൻ, അതിലെ ഫേൽ എന്താണ്? മാലിയാണ്, മുസ്ബത്താണ്, പോസിറ്റീവ് ആണ്. അതേപോലെ അത് മാലിയാണെന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ടെൻസ് ആണ്. ദഖലത്ത് മഅഹ ഖദ്, അങ്ങനെയാണെങ്കിൽ വരും എന്ത് വരും? ദഖലത്ത് മഅഹ അതോടൊപ്പം വരും, പ്രവേശിക്കും. മഅഹ അതോടൊപ്പം ഖദ്, ഖദ് എന്ന പദം വരും. ഇവിടെ വഖദ് ഇൻതഹദ് ദർസു എന്ന് പറഞ്ഞെടുത്ത് അൽ ആന തഅതി വഖദ് ഇൻതഹദ് ദർസു, പാഠം കംപ്ലീറ്റ് ആയ അവസ്ഥയിലാണോ നീ വരുന്നത് എന്ന് ചോദിച്ചെടുത്ത് ഖദ് എന്തുകൊണ്ട് വന്നു? ഫേല് മാവിയാണ്, അതോടൊപ്പം വാവുൽ ഹാല് വന്നു. ഇൻതഹദ് ദർസു എന്നത് ജുംല ഫേലിയയാണ്. ഇൻതഹദ് ദർസു എന്നത് ജുംല ഫേലിയയാണ്. ആ ജുംല ഫേലിയയിൽ അതിന്റെ ആദ്യം വന്നത് മാവിയായ വാക്കാണ്, അത് മുസ്ബത്താണ്. അതുകൊണ്ട് വാവുൽ ഹാലിനോടൊപ്പം ഖദ് വന്നു. തഅമ്മൽ മിസാൽ സുമ്മ അക്മിൽ അന്നാഖിസ. തഅമ്മൽ മിസാൽ, ഉദാഹരണങ്ങൾ വായിച്ചിട്ട് ശ്രദ്ധിച്ച് വായിച്ച്, സുമ്മ അക്മിൽ അന്നാഖിസ, ദെൻ കംപ്ലീറ്റ് ദ, എന്താ പറയാ, അപൂർണമായത് പൂർണ്ണമാക്കുക, വിട്ട ഭാഗം പൂർത്തിയാക്കുക എന്നാണ് അക്മിൽ നാഖിസ്. നാഖിസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത്, എന്താണ് വിട്ടുപോയത് അത് പൂർത്തിയാക്കുക. ദഖൽതുൽ മസ്ജിദ വൽ ഇമാമു യുസല്ലിമു. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? ദഖൽതുൽ മസ്ജിദ വൽ ഇമാമു യുസല്ലിമു. അവിടെ ഫെയില് മുളായി ആയിട്ടാണ് പറഞ്ഞത്, അവിടെ ജുംല ഇസ്മിയായിട്ടാണ് പറഞ്ഞത്. ദഖൽതുൽ മസ്ജിദ്, ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു. വൽ ഇമാമു യുസല്ലിമു, ഇമാം എന്ത് ചെയ്തുകൊണ്ടിരിക്കെ? സലാം പറഞ്ഞുകൊണ്ടിരിക്കെ. സലാം പറയാന്ന് പറഞ്ഞാൽ നമ്മൾ സലാം വീട്ടുക എന്ന് പറയും. ഇമാം സലാം വീട്ടുന്ന സന്ദർഭത്തിലാണ് ഞാൻ പള്ളിയിൽ പ്രവേശിച്ചത്. ഇവിടെ വൽ ഇമാമു വാവുൽ ഹാലാണ്, പക്ഷേ എന്താണ്? അൽ ഇമാമു യുസല്ലിമു എന്ന് പറഞ്ഞത് ജുംല ഇസ്മിയയാണ്. കാരണം ബുദിഅത്ത് ബിസ്മിൻ, അവിടെ ഇസ്മ കൊണ്ടാണ് ആരംഭിച്ചത്. അപ്പൊ എന്ത് ചെയ്തു? വാവുൽ ഹാലിനോടൊപ്പം വേറെ ഒന്നും വേണ്ട, വാവുൽ ഹാല് മാത്രം മതി. അതേസമയം ദഖൽതുൽ മസ്ജിദ വഖദ് സല്ലമൽ ഇമാമു എന്നാണ് പറയുന്നതെങ്കിലോ, ദഖൽതുൽ മസ്ജിദ്, ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു. വഖദ് സല്ലമൽ ഇമാമു, ഖദ് സല്ലമൽ ഇമാമു, ഇമാമു സലാം വീട്ടി, ആ അവസ്ഥയിലാണ് ഞാൻ പ്രവേശിച്ചത്. അപ്പോ അവിടെ സല്ലമ എന്ന സല്ലമൽ ഇമാമു എന്ന് പറഞ്ഞ എന്താണ്? ജുംല ഫേലിയ. അതുകൊണ്ട് എന്ത് ചെയ്തു? വാവുൽ ഹാലിനോടൊപ്പം ഖദ് ഉപയോഗിച്ചു. ജുംല ഫേലിയത്തുൻ ഫേലുഹ മാലിൻ മുസ്ബത്തുൻ, അത് പോസിറ്റീവ് ആയിട്ടുള്ള ഫേല് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയും, ദഖൽതുൽ മസ്ജിദ വൽ ഇമാമു യുകബ്ബിറു എന്നാണെങ്കിൽ എങ്ങനെ മാറ്റി പറയാം? ജുംല ഫേലിയാക്കി. വഖദ് കബ്ബറ അൽ ഇമാം, വഖദ് കബ്ബറ അൽ ഇമാം. ദഖൽതുൽ മസ്ജിദ വഖദ് കബ്ബറ അൽ ഇമാമു.
അസ്സാനി ദഖൽനൽ മസ്ജിദ വൽ മുഅദ്ദിനു യുഖീമു. വൽ മുഅദ്ദിനു യുഖീമു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമസ്കാരത്തിന് നിൽക്കായിരുന്നു, നിൽക്കുന്നു. വൽ മുഅദ്ദിനു യുഖീമു എന്ന് പറഞ്ഞാൽ ഖായിമായിരുന്നു. നമ്മളിങ്ങനെ നമസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കൊന്ന് മനസ്സിലാവുന്നത്. വൽ മുഅദ്ദിനു നമസ്കാരത്തിന് യുഖീമു നിൽക്കുന്നു അല്ലേ? എന്ന് പറഞ്ഞാൽ ഇക്കാമത്ത് നൽകുന്നു. ഉം. വൽ ഇമാമു യുഖീമു, ഇമാം ഇഖാമത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ഞങ്ങൾ മസ്ജിദിൽ പ്രവേശിച്ചത്. അതിനെ എങ്ങനെ ഫേല് മാദിയായിട്ട് മുസ്ബത്താക്കി പറയാം? ജുംല ഫെയിലിയാക്കി പറയൂ. അത് ആ വഖദ് ഖയ്യിമൻ യുഖീമുവിന്റെ ഫേല് മാദി എന്തായിരിക്കും? കാമ. അഖാമ. വഖദ് വഖദ് അഖാമൽ മുഅദ്ദിനു. മുഅദ്ദിനു. വഖദ് അഖാമൽ മുഅദ്ദിൻ. മുഅദ്ദിനു. ദഖൽനൽ മസ്ജിദ വഖദ് അഖാമൽ മുഅദ്ദിനു. അസ്സാലിസ് ജുംല ഫെയിലിയാകുമ്പോൾ എന്ത് ചെയ്യണം? ഫേലിനെ മുന്തിക്കണം. അതെ അതെ. ഫേലിനെ മുന്തിക്കണം. الثالث وصلنا المدينة المنورة والشمس تغرب. وصلنا المدينة المنورة والشمس تغرب. വേറെ ഒന്നും ചിന്തിക്കണ്ട. വശംസ് തഹ്റൂബിന് എന്ത് ചെയ്യണം? അതിനെ തഹ്റൂബ് എന്നതിന്റെ മാല എടുത്തിട്ട് ഷംസിനെ ഇപ്പുറത്ത് കൊടുക്കണം. അപ്പൊ എന്താവും? വഖദ് തഹ്റൂബ് എന്നതിന്റെ ഫേല് മാദി എന്തായിരിക്കും? തഹ്റൂബിന്റെ ഫേല് മാദി എന്തായിരിക്കും? തഹ്റൂബ് മുഅന്നസായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പൊ എന്താവും? വഖദ് ഗറബത്തി ശംസു. ഗറബത്തി ശംസു. സംശയണ്ടാ? ഗറബത്ത് അശംസു. ഷംസ് സ്ത്രീലിംഗമാണ്. ഇത് ഷംസു കുവ്വിറത്ത്. വശംസു തജിരി. വശംസു തഗ്റുബു. الرابع وصلت المطار والطائرة تهبط. വലഖദ് വലക്കതാണ്. ലാ എന്തിനാ? وصلت الطائرة وقد الشمس تغرب പറഞ്ഞു പോലെ പറയും. അബത്തു അഹ്ബിത്തു ഒന്നും വേണ്ട. ആ എന്തിനാ? ആ എന്ന് പറഞ്ഞാൽ ഞാനായിപ്പോയില്ലേ? ആ വേണ്ട. അതെ അതെ. ഹബത്തു. ഇതിനെ നേരത്തെ ഷംസ് തഹ്റബു എന്ന് പറഞ്ഞു. ഇവിടെയാണ് അതേപോലെ താഴത്ത് തഹബിത്തു എന്നാ പറഞ്ഞത്. അപ്പൊ എന്താക്കണം? ഹബിത്തത്ത്. ഹബത്ത യഹ്ബിത്തു. ഹബത്തത്ത്. അതെ അതെ. ഹബത്ത യഹ്ബിത്തു. ഹബത്തത്ത് അല്ലേ? വഖദ് ഹബത്തത്ത് ത്വാഇറത്തു. എന്താ അർത്ഥം? വസൽത്തുൽ മതാറ ഹബത്തത്തി ത്വാഇറത്ത്. എന്താ? ത്വാഇറയിൽ പോകുന്നവർ പറയും. ത്വാഇറയിൽ പോകുന്നവരാരുമില്ലേ? ഹബത്ത എന്ന വാക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കും. എല്ലാ വാക്കിലും ഹബത്ത എന്ന വാക്ക് ഉപയോഗിക്കും. എല്ലാ ട്രിപ്പിലും ഉണ്ടാവും ഹബത്ത എന്ന വാക്ക്. ഇനി നമ്മൾ അറബി പഠിച്ചുകൊണ്ട് ഇനി അറബി മാത്രം ശ്രദ്ധിക്കാവൂ. അതേപോലെ അറേബ്യൻ അറബ് ഇത് വേണം. അറബ് അതിലുള്ള എയർലൈൻസിൽ വേണം സഞ്ചരിക്കാൻ. ഖുത്തൂത്തുൽ ജവിയ, എന്താ പറയാ, ഇമാറാത്ത്, അതുപോലെ ഖത്തറുണ്ട്, ഗൾഫ് എയർ ഉണ്ട്. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഖുത്തൂത്ത് സൗദിയ ഉണ്ട്. അപ്പൊ എല്ലാത്തിനും അറബി പറയും. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്ക് ചെവി അടച്ചേക്കണം. പിന്നെ അറബി പറയുന്നത് മാത്രമേ കേൾക്കാവൂ.
നമ്മൾ അറബി നിർബന്ധമായിട്ട് മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാകും. അപ്പൊ എന്താ അർത്ഥം? വസൽത്തു ത്വായിറ വസൽത്തുൽ മതാറ വത്തായിറത്തു തഹബത്തു. അത് പറഞ്ഞു വഖദ് ഹബതതി അത് ത്വായിറത്തു. ഹബത്തത്ത് താഹിറത്തു. എന്താ അർത്ഥം? ഹബത്തത്തിന്റെ അർത്ഥം എന്താണ്? എന്താ അർത്ഥം? നമ്മൾ അബദ്ധ പഠിച്ചല്ലോ. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ. സ്പ്രെഡ് ചെയ്യുക, ഡിപ്പാർട്ട് ചെയ്യുക. അബദ്ധം എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ടാ? അറിയില്ല. നിങ്ങൾ വേറെ വസ്സലാണ് ചിന്തിച്ചുകൊണ്ടാണ്. മലയാളത്തിൽ വസ്സലാണ്. പറഞ്ഞാൽ ഇറങ്ങണോ എന്നാണ് പറഞ്ഞത്. യഹ്ബിതു, മിസ്രൻ. ഇറങ്ങിപ്പോവൂ. ആ അപ്പൊ എന്ത് ചെയ്തു? ഫഖദ് ഹബതതി ത്വായിറത്തു. ഫ്ലൈറ്റ് ഇറങ്ങി. ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ. വസൽത്തുൽ മതാറ വഖദ് ഹബതതി ത്വായിറത്തു. ഫ്ലൈറ്റ് ഇറങ്ങി. അപ്പോഴാണ് ഞാൻ എയർപോർട്ടിലെത്തിയത്. ദഖൽത്തുൽ ഫസ്ല വൽ മുദർരിസു യശ്റഹു ദർസ. വഖദ് വഖദ് ശറഹ ഈ മുലാരിന്റെ മാളി കണ്ടുപിടിക്കാൻ എന്താ ഇത്ര പാട്? വഖദ് നമ്മൾ ശറഹ കണ്ട 9, 8, 17 ഗ്രൂപ്പുകളും 10,000 വെർബുകളും പഠിച്ചില്ലേ? വഖദ് ശറഹ. വഖദ് ശറഹ ദർസു. ശറഹ വഖദ് ദർസു. ശറഹ ദർസു. ശറഹൽ മുദർരിസു ദർസ. വഖദ് ശറഹ അൽ മുദർരിസു ദർസ. നമ്മളിവിടെ മുദരിസിനെ കൊണ്ട് തുടങ്ങിയപ്പോ മുദരിസിനെ മാറ്റിയിട്ട് ഷറഹിനല്ലേ തുടക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത്. അപ്പോ യശ്റഹുന് പകരം ഷറഹ ചേർത്തു. വഖദ് ഷറഹൽ മുദർരിസു അദ്ദർസ. അപ്പൊ പിന്നെ ഒന്നിട്ട് എന്ത് ചെയ്യണം? ഫേല് കഴിഞ്ഞാൽ ആദ്യം വരാൻ യോഗ്യൻ കർത്താവാണ്. ഫേല് കഴിഞ്ഞിട്ട് ആദ്യം വരേണ്ടത് കർത്താവാണ്, പിന്നെയാണ് കർമ്മം വരേണ്ടത്. എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിനെ മാറ്റേണ്ടതുള്ളൂ. അപ്പോ വാവുൽ ഹാലി പ്ലസിന് എന്താ നമ്മള് അറിവ് പറയാൻ പറഞ്ഞത്? ജായിദ്. വാവുൽ ഹാൽ ജായിദ് അൽ ജുംലത്തുൽ ഇസ്മിയ. ജുംലത്തുൽ ഇസ്മിയ ആണെങ്കിൽ അതിനോടൊപ്പം വാവുൽ ഹാൽ ചേർത്താൽ മതി. വാവുൽ ഹാൽ പ്ലസ് ജുംല ഇസ്മിയ. ജുംല ഫേലി ആണെങ്കിൽ വാവുൽ ഹാൽ ജായിദ് ഖദ് ജായിദ് അൽ ജുംലത്തുൽ ഫഅലിയതു ഫഅലുഹ മാളിൻ മുസ്ബത്ത്. മാളി ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഫേല് വന്നാൽ എന്ത് ചെയ്യണം? ഖദ് കൂടി വാവുൽ ഹാലിനോടൊപ്പം ചേർക്കണം. അത്താസിയ വജഅൽതുഹു ബൈനകും മുഹറമ. വജഅൽതുഹു ബൈനകും മുഹറമ. ഇത് നമ്മൾ ജഅല പറയാൻ നേരത്ത് അൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽ ബഖറ ജഅലക്ക് എത്ര മഫ്ഊൽ വരും? എത്ര മഫ്ഊൽ വരും? മഫ്ഊലൈൻ. 2 മഫ്ഊൽ വരും ജഅലക്ക്. അതാണ് ഈ പറയുന്ന പോയിന്റിന്റെ സാരം. ജഅല ജഅൽതുഹു ബൈനകും മുഹറമ. ഞാൻ നിങ്ങൾക്കിടയിൽ അതിനെ ഹറാമാക്കി എന്ന ഒരു ഭാഗം പാഠത്തിലുണ്ട്. അതിനെ കുറിച്ചുള്ള വിശദീകരണം പറയുന്നു. ജഅല യാനി അൽ ഫിഅലു ജഅല. ജഅല എന്ന ഫിഅല് ഹുന ഇൻ ദിസ് ഒക്കേഷൻ, ഈ സന്ദർഭത്തിൽ മിൻ അഫ്ആലി തഹ്വീൽ. എന്താണ്? തഹ്വീലിന്റെ ഫിഅലിൽ പെട്ടതാണ്. തഹ്വീൽ എന്താ? ട്രാൻസ്ഫർ. തഹ്വീൽ ആൻസർ ആണോ? ട്രാൻസ്ഫർ അല്ല. ട്രാൻസ്ഫർ. ട്രാൻസ്ഫറിൽ പെട്ടതാണ്. ചേഞ്ചിൽ പെട്ടതാണ്. ചേഞ്ച് ചെയ്യുന്ന ഫെയിലുകൾ പെട്ടതാണ്. അപ്പൊ എന്താവും? ചേഞ്ച് ചെയ്യുന്ന ഫേലുകളിൽ പെട്ടതാണ് ജഅല. മിൻ അഫ്ആലി തഹ്വീൽ. വഹിയ ബിമഅന സയ്യറ. സയ്യറ എന്ന് പറഞ്ഞാൽ സാറ ആയി തീർന്നു. സയ്യറ ആക്കി. സാറ പഠിച്ചായിരുന്നോ?
ഇഫ്സാർ. ലിക്കാന ബാത്ത സോറ അംസ പഠിച്ചല്ലോ നമ്മൾ. അതെ അതെ കാനയുടെ സൗകര്യമായിൽപ്പെട്ട സോറ. സോറ എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു. സയ്യറ ആക്കി. അപ്പൊ എന്താണ്? മിൻ അഫ്ആലി തഹ്വീൽ, മാറ്റുന്ന പേരുകളിൽപ്പെട്ടതാണ്, ചേഞ്ച് ചെയ്യുന്ന പേരുകളിൽപ്പെട്ടതാണ്. വഹിയ ബിമാന, അത് ആ വഹിയ എന്ന് പറഞ്ഞാൽ ആ ജാല എന്ന പേര് ബിമാന സയ്യറ, ആക്കി എന്നാണ് അതിന്റെ അർത്ഥം. സയ്യറ. തൻസിബ് മഫ്ഊലൈൻ, അത് രണ്ട് മഫ്ഊലുകൾക്ക് നസ്ബ് ചെയ്യും. അസ്ലുഹുമാ മുബ്തദഉൻ വ ഖബറുൻ. അസ്ലുഹുമാ മുബ്തദഉൻ വ ഖബർ. അത് യഥാർത്ഥത്തിൽ എന്തായിരിക്കും? മുബ്തദയും ഖബറുമായിരിക്കും. മുബ്തദയും ഖബറുമായ രണ്ട് ഫേലുകൾക്ക് അത് ഫേലുകളെ അത് എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ അൽ ഖംറു ഹറാമുൻ. എന്താണ് അൽ ഖംറു ഹറാമുൻ എന്ന് പറഞ്ഞാൽ അത് മുബ്തദയും ഖബറുമാണ്. അൽ ഖംറു ഖംറാകുന്നത്, ഖംർ എന്താണ്? ഖംർ കള്ള്, മദ്യം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ. അൽ ഖംറു ഹറാമുൻ, മദ്യം ഹറാമാണ്. അതിനെ ജുംല ഫെയിലിയായിട്ട് ഉപയോഗിച്ചാൽ ജഅലല്ലാഹുൽ ഖംറ ഹറാമൻ. അപ്പൊ ജഅല എന്ന ഫെയിൽ അതിനോടൊപ്പം ചേർത്ത് ഉപയോഗിച്ചാൽ, അതായത് ജഅല എന്ന് പറഞ്ഞാൽ ആക്കി, അല്ലെങ്കിൽ മാറ്റി, ചേഞ്ച് ചെയ്തു. എന്താക്കി? ജഅലല്ലാഹുൽ ഖംറ, അല്ലാഹ് ഖംറിനെ ആക്കി, എന്താക്കി? ഹറാമൻ, ഹറാമാക്കി. അപ്പൊ രണ്ടിനും അതെന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. ഇനി നമ്മൾ ജാല വന്നിട്ടുള്ള സൂറത്ത് നബ എടുത്ത് വായിച്ചു നോക്കുക. ജഅൽന ലൈല ലിബാസൻ. അതേപോലെ ജാല അൽ ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വായിച്ചു നോക്കിയാൽ ജാലയുടെ കൂടെ രണ്ട് എന്നുണ്ടാവും, മഫ്ഊൽ ബിഹി ഉണ്ടാവും. അപ്പൊ രണ്ട് മഫ്ഊൽ ബിഹിയും അതെന്ത് ചെയ്യും? നസ്ബ് ചെയ്യും എന്ന് നമ്മൾ ഉണർത്തിയതാണ്. വഫി തൻസീൽ, ഖുർആനിലുണ്ട് അലം തറൗ, അലം തറൗ. അലം തറവിലെ ലം മാറ്റിയാൽ എന്താവും? അലം തറവില് ലം മാറ്റിയാൽ എന്താവും? തറ എന്നാവും. തറൗന, ലം മാറ്റിയാൽ തറൗന. അഫ്ആല ഖംസയിലും ലം വന്നപ്പോൾ നൂന് പോയത്. ലം മാറ്റിയാൽ ആ തറൗന എന്നാണ്. നിങ്ങൾ കാണുന്നോ? ലം തറൗ, നിങ്ങൾ കണ്ടില്ലേ? കൈഫ ഖലഖല്ലാഹു സബഅ സമാവാത്തിൻ, 7 ആകാശങ്ങളെ അള്ളാഹ് സൃഷ്ടിച്ചത് നിങ്ങൾ കണ്ടില്ലേ? തിബാഖൻ, എന്തായി? ലേയേഴ്സായി, ലെയറുകളായി, അട്ടിയായി, പാളികളായി സൃഷ്ടിച്ചത് നിങ്ങൾ കണ്ടില്ലേ? വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ, അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ജഅലൽ ഖമറ നൂറൻ, ഖമറിനെ അവൻ എന്താക്കി? നൂറാക്കി. അപ്പൊ ജാലയ്ക്ക് എന്തുണ്ട്? ഖമർ എന്ന ഒരു മഫ്ഊൽ ബിഹി, നൂറൻ എന്ന രണ്ടാമത്തെ മഫ്ഊൽ ബിഹി. ജഅലൽ ഖമറ നൂറൻ, ജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ. അവയിൽ ആ സബഅ സമാവാത്തിൽ ഖമറിനെ എന്താക്കി? നൂറാക്കി. വജഅല ശംസ സിറാജൻ, ഷംസിനെ സിറാജാക്കി. അപ്പോൾ ജഅല ശംസ, ഷംസ് ഒന്നാമത്തെ മഫ്ഊൽ ബിഹി, സിറാജൻ രണ്ടാമത്തെ മഫ്ഊൽ ബിഹി. الثاني والله جعل لكم الأرض بساطا. അള്ളാഹ് എന്താക്കി? ജഅല ലക്കുമുൽ അർള, അർള എന്താണ്? ബിസാതൻ, പരന്നതാക്കി. അള്ളാഹ് ഭൂമിയെ നിങ്ങൾക്ക് പരന്നതാക്കി മാറ്റി. അപ്പൊ ഭൂമി പരന്നാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്.
നിങ്ങൾക്ക് പരന്നതാക്കി എന്ന് എടുത്തു പറയാൻ കാര്യം എന്താ? അതൊരു പ്രത്യേകതയുള്ള സംഭവമാണ്. എവിടെ ചെന്ന് നോക്കിയാലും എന്തായിരിക്കും? പരന്നിട്ടായിരിക്കും ഉണ്ടാവുക. എവിടെ ചെന്ന് നോക്കിയാലും പരന്നിട്ടുണ്ടാകണമെങ്കിൽ എന്താകണം? അത് എന്താകണം? ഉരുണ്ടതായിരിക്കണം. മനസ്സിലായില്ലേ? നമ്മളൊരു ടേബിൾ എടുത്തോ. ആ ടേബിള് ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ പിന്നെ എന്താവും? എന്ന് പറഞ്ഞ് താഴോട്ടായിരിക്കും ഉണ്ടാവുക, പിന്നെ പരന്നായിരിക്കില്ല. അപ്പൊ സ്ക്വയർ ആയിട്ടുള്ള സംഭവം അതിന്റെ എൻഡിൽ ചെന്ന് നോക്കിയാൽ താഴോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്തല്ല അത്? പരന്നല്ല. ശരിയല്ലേ ഡോക്ടർ? ഉരുണ്ട ഒരു വസ്തു മാത്രമേ എവിടെ ചെന്നാലും പരന്നായിട്ട് കാണുള്ളൂ. അതൊരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ടാണ് അള്ളാഹ് ഇത് ഭൂമിയെ പരത്തിയതാക്കി എന്ന് എടുത്തെടുത്ത് പറഞ്ഞേക്കുന്നത്. പുതിയൊരു വ്യൂ ആണ്. പുതിയ വ്യൂ അല്ല, അത് പഴയ വ്യൂ ആണ്. രണ്ട് വിധത്തിലത് ഇന്റർപ്രിറ്റ് ചെയ്യാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച പുസ്തകത്തിൽ വായിച്ചതാണ്. എന്നോ ചെറുപ്പകാലത്ത് വായിച്ചതാണ്. അപ്പോ അതുകൊണ്ടാണ് അള്ളാഹ് ഇത് പറയുന്നത്, ഇതിനെ എടുത്തു പറഞ്ഞിരിക്കുന്നത് പരന്നതാക്കി എന്ന്. അല്ലെ പിന്നെ അങ്ങനെയുള്ള സംഭവം എടുത്തു പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ സംഭവവും എടുത്തു പറയേണ്ട കാര്യമില്ല. അതൊരു പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. നൂറും സിറാജും തമ്മിലുള്ള വ്യത്യാസം. നൂർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഓൺലി എ ലൈറ്റ്, പ്രകാശമാണ്. സിറാജ് എന്ന് പറയുമ്പോൾ എന്താണ്? സിറാജ് ഈസ് ഗിവിംഗ് യു എ ലൈറ്റ്. വിളക്ക് എന്ത് ചെയ്യുന്നു? വിളക്ക് കത്തി ജ്വലിക്കുന്നതാണ്. അത് എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്പൊ കമർ എന്താണ്? കമർ ഈസ് നോട്ട് ഫ്ലെയിമിങ് ഇറ്റ് സെൽഫ്. അത് സ്വന്തം എന്ത് ചെയ്യുന്നില്ല? കത്തുന്നില്ല. ശംസാണെങ്കിലോ അത് സ്വന്തം കത്തുന്നു. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ആയത്തിൽ ഖുറാനിലുള്ള ആയത്തുകളൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിച്ചാലും ഒരുപാട് സംഗതികൾ ചിന്തിക്കാറുണ്ട്. അസാനി. അപ്പൊ ഇവിടെ എന്താ? അപ്പൊ ജാലയുടെ കമർ ഒന്നാമത്തെ മഫ്ഊലുൻ ബിഹി, നൂറ് രണ്ടാമത്തെ മഫ്ഊലുൻ ബിഹി, രണ്ടാമത്തെ ജാല ഷംസ സിറാജൻ, ജാലയുടെ ഷംസ് ഒന്നാമത്തെ മഫ്ഊലുൻ ബിഹി, സിറാജി രണ്ടാമത്തെ. അപ്പൊ അതിനെ ഇതാക്കി, ഷംസിനെ സിറാജ് ആക്കി. അപ്പൊ ജാല ഇല്ലെങ്കിൽ അഷംസു സിറാജ് എന്നാണ്. ഇവിടെ ജാല ഇല്ലെങ്കിൽ അൽ ഖമറു നൂർ എന്നാണ്. ജാല ഒന്നുകൊണ്ട് മഫ്ഊലുൻ ബിഹി ആയി, അവിടെ നസ്ബ് ചെയ്തു. الثاني والله جعل لكم الأرض بساطا. അത് കഴിഞ്ഞു. الثالث ولو شاء ربك جعل الناس أمة واحدة. അപ്പൊ വാഹിദത്ത് എത്രാമത്തെ അർത്ഥം മഫ്ഊൽ ബിഹി ആണ്? രണ്ടാമത്തെ. അപ്പൊ നാസോ? നാസ ഉമ്മത്തൻ വാഹിദത്തൻ. ഈ ഉമ്മത്തൻ വാഹിദത്തൻ എക്സാക്ട്ലി സെയിം അവസ്ഥയിലാണുള്ളതെന്ന് അറിഞ്ഞൂടെ? മനസ്സിലായില്ലേ? അപ്പൊ എന്തായിരിക്കും? ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്താണ്? ഈക്വലന്റ് ആണത്, ഉമ്മത്തും വാഹിദത്തും. അപ്പൊ എന്തായിരിക്കും? മോസ്റ്റ് പ്രോബബ്ലി അത് അതിന്റെ വിശേഷണമായിരിക്കും. രണ്ടും ഒരേ ഗണനയിൽ വന്നാൽ മോസ്റ്റ് പ്രോബബ്ലി അത് വിശേഷണമായിരിക്കും. അപ്പോൾ ഇതിൽ മഫ്ഊലുൻ ബിഹി നാസ് ഒന്നാമത്തെ മഫ്ഊലുൻ ബിഹി, ഉമ്മത്ത് രണ്ടാമത്തെ മഫ്ഊലുൻ ബിഹി, വാഹിദത്ത് അതിന്റെ ഉമ്മത്തിന്റെ വിശേഷണമാണ്. ഉമ്മത്തിന്റെ വിശേഷണം വാഹിദത്ത്. ഓക്കെ. وتأتي جعل بمعنى ظن. ഇപ്പൊ ഇവിടെ എന്താ പറയുക? ജഅൽതുഹു ബൈനക്കും മുഹറമൻ എന്ന് പറഞ്ഞിടത്ത് എന്താണ്? ജഅല ഹുന, ജഅല ഇൻ ദിസ് ഒക്കേഷൻ എന്നാ പറഞ്ഞത്. ഹുന ഇവിടെ മിൻ അഫ്ആലി തഹ്വീൽ, അവിടെ അഫ്ആലി തഹ്വീലിൽ പെട്ടതാണ്.
അപ്പൊ അഫ്ആൽ തഹ്വീലിൽ പെട്ടതായപ്പോഴാണ് എന്ത് ചെയ്തത്, ഇവിടെ രണ്ട് മഫ്ഊലും ബിഹിക്ക് നസ്ബ് ചെയ്തത് എന്ന് പറഞ്ഞു. വതഅതി ജഅല, ജഅല വരും ബിമഅന വന്ന, വന്നയുടെ അർത്ഥത്തിൽ. വഹിയ മിൻ അഫ്ആലി റുജ്ഹാനി, എന്താണ്, അഫ്ആൽ റുജ്ഹാനിൽ പെട്ടതാണ്. റാജിഹ്, ജഅലുൽ മലായികത അല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസൻ. റുജ്ഹാന്റെ ന്യൂനത പറയാം കേട്ടോ. ജഅലുൽ മലായികത അല്ലദീന, അല്ലെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവിടെ നിർത്താം, നമുക്ക് അതിന്റെ വിശദീകരണം വേണ്ടി വരും. എന്നെ വിളിക്കുന്നുണ്ട് സൈറ്റിൽ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, طيب. نقف ها هنا وسنشرح هذا القسم إن شاء الله بالدرس السابق. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. واللقاء بإذن الله، والسلام عليكم ورحمة الله. عليكم السلام ورحمة الله.